തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് നടപടി കൈക്കൊണ്ടത് സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. സാങ്കേതിക കാരണങ്ങളാൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയോട് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിഭജനം റദ്ദാക്കിയ കോടതി നടപടി UDF അനുകൂലമാണെന്ന നിലയിൽ നേതാക്കളുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. 2015 തെരഞ്ഞെടുപ്പിൽ UDFിലെ പ്രമുഖ നേതാക്കൾ മത്സരിച്ച വാർഡുകളിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സ്വതന്ത്രന്മാരെ കൂട്ടുപിടിച്ചാണ് UDF ഭരണം നടത്തിയത്. 2015 UDF ചെയർമാൻ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും തുടർന്ന് നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ഒരു വോട്ടിന് മാത്രം വിജയിച്ച ആളുമാണ്. 2020 തെരഞ്ഞെടുപ്പിലാകട്ടെ UDF ജയിച്ച 2 വാർഡുകളിൽ LDF തിരിച്ചുപിടിച്ചത് 200-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. 3 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് നിസാര വോട്ടുകൾക്കുമാണ്. ദീർഘകാലം LDF ഭരിച്ച പഞ്ചായത്തായിരുന്നു ശ്രീകണ്ഠപുരം. നഗരസഭ ആയതിനെ തുടർന്നാണ് UDF ജയിച്ചത്. UDFിനാകട്ടെ നാടിന്റെ വികസനത്തിന് ഒരു സംഭാവനയും ചെയ്യാനായില്ല. കോടികളാണ് ലാപ്സാക്കിയത്. കഴിഞ്ഞ വർഷം പദ്ധതി വിനിയോഗത്തിൽ 87-ാം സ്ഥാനത്തായിരുന്നു. നഗരസഭയിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ ഒരു മൂത്രപ്പുര എങ്കിലുമോ ഈ ഘട്ടത്തിൽ നിർമ്മിച്ചിട്ടില്ല. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ജനങ്ങളെ അലട്ടുന്നുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. സമീപ പഞ്ചായത്തുകൾ ഏരുവേശി, പയ്യാവൂർ, പടിയൂർ, കല്യാട്, ഇരിക്കൂർ, മലപ്പട്ടം, ചെങ്ങളായി പഞ്ചായത്തുകൾ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 45 വർഷം മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ച പൊതുശ്മശാനം അറ്റകുറ്റപ്പണി നടത്താതിനാൽ അടച്ചിടേണ്ടി വന്നു. വാതക ശ്മശാനമോ വൈദ്യുതി ശ്മശാനമോ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അഴിമതിയും മൂലം UDF ഭരണത്തിനെതിരെ ശക്തമായ ബഹുജന രോക്ഷമാണ് ഉയരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന അവകാശവാദവുമായി UDF നേതാക്കൾ രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ 2 ഘട്ടത്തിലും നാമമാത്രമായ വോട്ടുകൾക്കാണ് UDF ജയിച്ചത്. നിലവിലുള്ള വാർഡുകളെ അടിസ്ഥാനപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ LDF വിജയം സുനിശ്ചിതമാണെന്നും CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് MC രാഘവൻ നെയ്താര വിഷ്ണോട് പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിഭജനം കോടതി റദ്ദാക്കിയ നടപടി UDFന് അനുകൂലമാണെന്ന നിലയിൽ നേതാക്കളുടെ അവകാശവാദം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. 2015-ലും 2020-ലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിൽ വന്നത് നാമമാത്രമായ വോട്ടിൻ്റെ പിൻബലത്തിലാണ്. 2015-ൽ 3 വാർഡുകളിൽ വയക്കര, അതുപോലെ ശ്രീകണ്ഠാപുരം, ചെമ്പന്തൊട്ടി ഈ 3 വാർഡുകളിലും UDFിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെ പരാജയപ്പെടുത്തി ജയിച്ച വിമത സ്ഥാനാർത്ഥികളെ, സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി UDF ഭരിച്ചത്. അന്നത്തെ UDFിൻ്റെ ചെയർമാൻ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിധി UDFിനെതിരായിരുന്നു. എന്നാൽ സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ച് UDF അധികാരത്തിൽ വരികയാണ് ചെയ്തത്. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിലാവട്ടെ UDF ജയിച്ച 2 വാർഡുകൾ 200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് LDF തിരിച്ചുപിടിക്കുകയുണ്ടായി. ചേപ്പറമ്പിലുള്ള 2 വാർഡുകളിൽ LDF തിരിച്ചുപിടിച്ചു. എന്നാൽ LDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 വാർഡുകൾ നാമമാത്രമായ വോട്ടിന് 35, അതുപോലെ പിന്നീട് നാമമാത്രമായ വോട്ടിനാണ് UDF വിജയിച്ചത്. ചുരുക്കത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ഈ 2 തെരഞ്ഞെടുപ്പിലും വളരെ നിസ്സാരമായ വോട്ടിൻ്റെ പിൻബലത്തിലാണ് UDF ഭരണം നടത്തിയത്. ഈ 8-9 വർഷക്കാലത്തെ UDFിൻ്റെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഭരണം നോക്കിയാൽ തികച്ചും ജനവിരുദ്ധവും അതുപോലെ വികസന മുരടിപ്പുണ്ടാക്കുന്നതുമാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി. സമീപ പഞ്ചായത്തുകൾ ഏരുവേശി, പയ്യാവൂർ, ചെങ്ങളായി, മലപ്പട്ടം അവിടങ്ങളിലെല്ലാം ഈവൻ ഇരിക്കൂർ UDF തന്നെ ഭരിക്കുന്ന ഏരുവേശി അവിടങ്ങളിലെല്ലാം സമഗ്രമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. എന്നാൽ ഇതുവരെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിക്കകത്ത്
അത്തരത്തിലൊരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച UDFന് സാധിച്ചില്ല. കഴിഞ്ഞ വർഷത്തെ ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ എക്സ്പെൻഡിച്ചർ 87ാം സ്ഥാനത്താണ് നഗരസഭയുടെ സ്ഥാനം. കേരളത്തിലാകെയുള്ള 87 നഗരസഭകളിൽ ഏറ്റവും അവസാനത്തേതാണ് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനം എന്ന് കാണാൻ സാധിക്കും. 35 വർഷക്കാലം ഇവിടെ LDF ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടം അവകാശപ്പെടാൻ ശ്രീകണ്ഠപുരത്തെ UDF ഭരണത്തിന് സാധിക്കില്ല. ഒരു മൂത്രപ്പുര ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇവിടെ നാം ഇന്ന് കാണുന്ന മുനിസിപ്പൽ സമുച്ചയമായാലും ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം ആയാലും ഈ മുനിസിപ്പാലിറ്റിയിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന അംഗൻവാടി കെട്ടിടങ്ങളായാലും അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും LDF ഭരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ്. UDFിൻ്റെ കാലത്ത് ഒരു നേട്ടവും എടുത്തു കാണിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. ഇവിടെ ചേപ്പറമ്പിലെ ശ്മശാനം അത് വർഷങ്ങളായി അടച്ചിടുകയാണ്. LDFിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പിന്നീട് ശ്മശാനത്തിൽ അത് വൈദ്യുത ശ്മശാനമാക്കാനോ ഈവൻ അതിന് ഗ്യാസ് ശ്മശാനമാക്കാനോ ഉള്ള ശ്രമം പോലും UDF നടത്തിയില്ല. വർഷങ്ങളായി അത് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ ഒരടിസ്ഥാന പ്രശ്നവും പരിഹരിക്കാൻ UDFന് സാധിക്കുന്നു. ഇവിടെ ടൗൺ ക്ലീനിങ് തൊഴിലാളികൾ എടുത്തതിൽ 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയിട്ടാണെന്ന് ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരു പത്രം മാത്രമല്ല, നിരവധി പത്രങ്ങളിൽ ആ വാർത്ത വന്നു. അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് നിഷേധിക്കാനും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ കൈ ക്ലീൻ ആണെങ്കിൽ അവരതല്ലേ നടപടി സ്വീകരിക്കേണ്ടത്? ഇവിടെ എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ ഒരു ഭരണ നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഏത് വാർഡ് വെച്ച് ഇനി ഇപ്പോൾ നിലവിലുള്ള വാർഡ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വാർഡ് വിഭജിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ ഏതടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ LDF വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി ഇതാ UDF വിജയിച്ചിരിക്കുന്നു, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി എന്തോ UDFിൻ്റെ കുത്തകയാണ് എന്ന നിലക്കുള്ള അവരുടെ അവകാശവാദം പൊള്ളയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറാണ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDF വിജയിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവുമാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലുള്ളത് എന്നതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.